ലിസബത്ത് സോയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലും കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്ന് വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള എന്ത് പാത്രങ്ങൾ വേണേലും നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2-3 കളർ എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ 2 ഫുഡ് കളറും പിന്നെ ഉജാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ പാത്രത്തിനുള്ളിൽ നിൽക്കത്തക്കോണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കണം. അതിലൊരു ഹോളും ഇടണം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ഇച്ചിരി ഷീറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കൂടോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അതിൻ്റെ അടിഭാഗമാണ്. അതാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോളിടുമ്പോൾ സെൻട്രലിൽ തന്നെ ഹോളിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് തുണി വെച്ചിട്ടുള്ള തിരി വേണം. ഇപ്പം ഞാൻ ഈ വാങ്ങണ തിരിയാട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 4 വേണം. പിന്നെ കുറച്ച് പെബിൾസ് ഇട്ടിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പല കളറ് പെബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആട്ടോ ഇത്. അപ്പോൾ ഞാനത് പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോണിലും ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിനുള്ളിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു മാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേസ്ലെറ്റും. അപ്പം എനിക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് താല്പര്യം അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ആവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി ഓരോ ഗ്ലാസ്സിലും ഓരോ ഐറ്റം നമുക്ക് വെച്ചിത് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ ആ വൈറ്റ് പെബിൾസ് മാത്രമേ ഇടുന്നുള്ളൂ. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഞാൻ ആ കളറുള്ള പെബിൾസ് എല്ലാം കൂടെ ഇടാൻ പോവാണ്. അതും ഒത്തിരി ഇടുന്നില്ല, കുറച്ച് ഇടാൻ പോവാണ്. അതിനിടയ്ക്കൂടെ പിന്നെ ഓരോ ഫ്ലവറും വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മൂന്നാമത്തെ ഗ്ലാസ്സിൽ ആ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ആ ഗ്ലാസ്സിൽ ഞാൻ ബ്രേസ്ലെറ്റ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നാലാമത്തെ ഗ്ലാസ് സെറ്റ് ചെയ്യാം. അതിൽ ഞാൻ ആ മാല ഇടാമെന്ന് വിചാരിക്കുന്നു. അതിലും ആ മാല മാത്രം ഇടുന്നുള്ളൂ. അപ്പം 4 ഗ്ലാസ്സിലും നമ്മൾ ഓരോ ഐറ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അങ്ങനെ 4 ഗ്ലാസ്സിലും 3/4 ഗ്ലാസ് വീതം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പം ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ കോൺ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിപ്സൊക്കെ ഉണ്ടാക്കില്ലേ, അത് വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഓയിലുണ്ടെങ്കിൽ അതുപോലെയുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ കളറൊന്നും ചേർക്കുന്നില്ല. ഫ്ലവർ ഇട്ട ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ബാക്കി 3 ഗ്ലാസ്സിലുമാണ് ഓരോ കളറ് ചേർത്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഞാൻ ഉജാല ഒഴിച്ചു. അത് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടും ആ കളറ് മിക്സ് ആവുന്നില്ല വെള്ളത്തിൽ. അപ്പോഴാണ് എനിക്കെൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായത്. നമ്മൾ എന്തെങ്കിലും കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ വേണം ചേർക്കാൻ. അല്ലാതെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കളർ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ അത് മിക്സ് ആവത്തില്ല. മറ്റേ 2 പൗഡർ ഞാൻ ആദ്യം ചേർത്തല്ലോ, അത് പിന്നെ വെള്ളത്തിൽ അങ്ങ് മിക്സായി. പക്ഷേ ഉജാല ഒട്ടും മിക്സ് ആവില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ എനിക്ക് ഈ അബദ്ധം പറ്റിയത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കളർ ചേർക്കുന്നെങ്കിൽ വെള്ളത്തിൽ തന്നെ നമ്മൾ കളർ ചേർക്കണം. ഞാൻ പിന്നെ ഉജാല ഗ്ലാസ്സിൽ കംപ്ലീറ്റ് ആ വെള്ളം ഓയിലെല്ലാം കളഞ്ഞു വേറെ വെള്ളം ഫില്ല് ചെയ്തു. എന്നിട്ട് ഉജാല മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഓയിൽ ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് എല്ലാം സെറ്റായി കഴിഞ്ഞു.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ തിരി ഇങ്ങനെ ഉള്ളിലൂടെ കയറ്റിയെടുക്കണം. ബാക്കിയുള്ള ഷീറ്റിലും ഇതുപോലെ നമുക്ക് തിരിയിട്ട് കൊടുക്കാം. തിരിയിട്ട് കഴിയുമ്പം ആ തിരിക്ക് ലെങ്ത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയണം. അടിവശത്തേക്ക് അധികം ഇടണ്ട. ഒരു 1/2 സെൻറ്റിമീറ്റർ വല്ലതും നൂലിട്ടാൽ മതി. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയണം. കാരണം അടിയിട്ട് വെള്ളമാണല്ലോ, കുറച്ച് മാത്രമല്ലേ ഓയിലുള്ളൂ. അപ്പോൾ അതിനുള്ള തിരി മാത്രം അടിയിലിടാവുള്ളൂ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. നമുക്ക് തിരിയെല്ലാം ഒന്ന് കത്തിച്ച് കൊടുക്കാം. തിരി കത്തിച്ച് കഴിഞ്ഞപ്പം ഒരു ഭംഗിയൊക്കെ വരുന്നുണ്ട് അല്ലേ? പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ ഈ മെഴുകുതിരി കത്തിച്ചപ്പം ആ മെഴുക് കുറച്ച് ഉരുകി അതിലൊക്കെ വീണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കോരി മാറ്റുകയാണ്. അത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാനതൊന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ മെഴുകുതിരി ഇല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കത്തിക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട്. അപ്പോൾ ഇതിലും ഭംഗിയായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ കോണോയിലല്ലേ ഒഴിച്ചത്. ഈ ഓയിലിന് പകരം നല്ല സ്മെല്ലുള്ള എസൻഷ്യൽ ഓയിലൊക്കെ കിട്ടില്ല, അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും റൂമിലെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് തന്നെയല്ല, നല്ല സ്മെല്ലും വരും. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.